ജീവിതത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. 14 സങ്കീർത്തനം 1 മുതൽ 7 വരെ. ചിന്തയ്ക്കായിട്ട് 1-ാം വാക്യം. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. കഴിഞ്ഞ മഹായുദ്ധകാലത്ത് ഒരു ദിവസം വൈകുന്നേരം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തൻ്റെ കൂടെയുള്ള പട്ടാളക്കാരോട് ദൈവമില്ലെന്ന യുക്തി കൊണ്ട് സമർത്ഥിക്കുകയായിരുന്നു. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നാസ്തികനാണ് താനെന്ന് അയാൾ അവകാശപ്പെട്ടു. ദൈവവിശ്വാസം കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. പിറ്റേ ദിവസം ഓർക്കാപുറത്ത് ഒരു ബോംബാക്രമണമുണ്ടായി. ആ സൈനിക ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ടായിരുന്നവരും അപകടത്തിലായി. പെട്ടെന്ന് അവർ ഒരു കിടങ്ങ് ഉണ്ടാക്കി അതിൽ ഇറങ്ങിയിരുന്നു. നാസ്തികനായ പ്രസ്തുത ഉദ്യോഗസ്ഥൻ ദൈവമേ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യാതൊരു ലജ്ജയും കൂടാതെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ അപ്പോൾ ചോദിച്ചു, സാർ, അങ്ങൊരു നാസ്തികനാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്. ഉടനെ അദ്ദേഹം പ്രതിവദിച്ചു, മകനെ, ഈ ട്രഞ്ചിൽ നാസ്തികനില്ല. തൻ്റെ ശക്തിക്ക് അതീതമായ വിഷമ സാഹചര്യങ്ങളിലാകുമ്പോൾ ഏത് നാസ്തികനും ദൈവത്തെ വിളിച്ച് പോകുന്നത് സ്വാഭാവികമാണെന്നത്രേ മേലുദ്ധരിച്ച സംഭവകഥ വ്യക്തമാക്കുന്നത്. ദൈവം ഒന്നൊരാൾ ഉണ്ടെങ്കിൽ ആ ദൈവമേ, എനിക്ക് ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ രക്ഷിക്കണേ. ഒരിക്കൽ മറ്റൊരു നിരീശ്വരൻ പ്രാർത്ഥിച്ചതായി കേട്ടിട്ടുണ്ട്. ദൈവത്തിലോ പ്രാർത്ഥനയിലോ വിശ്വസിക്കാത്ത ദൈവനിഷേധികൾ പോലും ചില സന്ദർഭങ്ങളിൽ അവരുടെ ഉള്ളിൽ നിന്ന് സഹായത്തിനു വേണ്ടി ദൈവത്തെങ്കിലേക്ക് കൈക്കുമ്പിൾ നീട്ടാറുണ്ട്. പ്രാർത്ഥന സഹജവാസന പ്രേരിതമായ ഒരു പ്രതിഭാസമാണെന്നത്രേ ഇത് തെളിയിക്കുന്നത്. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ആത്മാവ് മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ട്. ആ ആത്മാവിൻ്റെ ദാഹ ശമനത്തിനുള്ള ഉപാധിയാണ് പ്രാർത്ഥന. ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊന്തി വരുന്ന പ്രാർത്ഥനയാണ് ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയോ ആശയറ്റ ചുറ്റുപാടോ ഉണ്ടാകുമ്പോൾ മനുഷ്യനിൽ സാർവത്രികമായി ഉണ്ടാകുന്ന പ്രതികരണമാണ് പ്രാർത്ഥന എന്ന് തെളിയിക്കുന്നതിന് പ്രത്യേക വാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട ആവശ്യമില്ല. അത്ര സുവിദിതമാണ് അത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സമനില തെറ്റി ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്ന അസാധാരണമായ പരിതസ്ഥിതികൾ ഉണ്ടാകുമ്പോൾ, അഥവാ നമുക്കോ ലോകത്തിൽ മറ്റാർക്കെങ്കിലുമോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ചുറ്റുപാടുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രവണത നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നു. ബോധപൂർവമായോ അബോധപൂർവമായോ പ്രാർത്ഥിക്കാതെ ജീവിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. ജീവിതത്തെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുക എന്നതാണ് പ്രാർത്ഥന എന്ന് വില്യം ബാർക്ലേ എന്ന സുപ്രസിദ്ധ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ സംഗതികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ ദുരന്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവൻ മാത്രമല്ല ദൈവം. പ്രത്യുത ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സന്തത സഹചാരിയും ഒരു നല്ല സുഹൃത്തും കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സൗഹൃദത്തിൻ്റെ അറ്റകുറ്റങ്ങൾ തീർത്ത് അത് ഭദ്രമായി നാം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് ഡോക്ടർ ജോൺസൺ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഉപാധിയാണ് പ്രാർത്ഥന. ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മാർഗമല്ല ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെയോ അവയിൽ കൂടി കടന്നു പോകാനുള്ള ശക്തിയും കൃപയും അവിടുന്ന് നമുക്ക് നൽകുന്നു. ഓർക്കണമേ, ജ്ഞാനത്തിൽ എന്ന പോലെ വിവേകത്തിലും മനുഷ്യൻ അഭിവൃദ്ധിപ്പെടണം. ഇയ്യോബ് 17:9. നീതിമാനോ തൻ്റെ വഴിയെ തുടർന്ന് നടക്കും. കൈ വെടുപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.